ഒരാൾ സത്യമാണോ പറയുന്നത് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു കാര്യം പറയട്ടെ, ഒരാൾ സത്യമാണോ പറയുന്നത്, നുണയാണോ, അല്ലെങ്കിൽ അയാൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെയോ വിവരത്തിൻ്റെയോ ആവശ്യമില്ല. പബ്ലിക്കായിട്ട് ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അയാളുടെ ചേഷ്ടകളിൽ നിന്നും അംഗചലനങ്ങളിൽ നിന്നും മുഖപേശികളിൽ നിന്നുമൊക്കെ ഇത് കാണുന്നയാൾക്ക് എളുപ്പം മനസ്സിലാവും. അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറുക എന്നാണ് അർത്ഥം. മനസ്സിലുള്ള ചിന്തയെ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ പെരുമാറുന്ന രീതിയിൽ നിന്നും നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്താണെന്ന് കാണുന്നയാൾക്ക് പിടികിട്ടും. ഒളിച്ചു വയ്ക്കാനാവില്ല. നിങ്ങൾ മലയാളത്തിലെ മഹാനടൻ എന്നൊക്കെ സ്വയം പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഒളിച്ചു വെച്ച് പറയാൻ ശ്രമിക്കുന്ന കാര്യത്തിൻ്റെ മസിൽ ടെൻഷൻ നിങ്ങളുടെ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണർന്നു കിടപ്പുണ്ടാവും. മുഖത്തെ പേശികൾ വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ സസൂക്ഷ്മം പ്രതിഫലിപ്പിക്കാൻ അതിനാവും. അപ്പോൾ സാമാന്യ ബോധമുള്ള ആര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അഭിനയം മനസ്സിലാവും. ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിട്ടുതരം കാണിക്കാനാവില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പെരുമാറ്റങ്ങളെ വളരെ കൃത്യതയോടുകൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അഭിനയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. നമ്മുടെ വിഷയം ന്യായീകരണമാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ന്യായീകരിക്കാറ്? വസ്തുതകളുടെ കൃത്യതയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് വിശ്വാസയോഗ്യമാണ് എന്നതാണ് ന്യായീകരണം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമയിലെ നടന്മാരും സംവിധായകരും ഒക്കെ അവർ പണ്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് സത്യമാണോ അതോ നുണയാണോ? ഈ വീഡിയോയുടെ അവസാനത്തിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യായീകരണം, വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ ന്യായീകരണത്തെ വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പെരുമാറ്റങ്ങളെ ന്യായീകരിക്കുന്നത്? ന്യായീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ തുടർന്ന് പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ജിജോ കെ മാത്യു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിജോസ് ആക്ടിംഗ് സ്റ്റുഡിയോ. ലേൺ ആക്ടിംഗ് വിത്ത് മീ. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നത് 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർണ്ണയിക്കുന്നത്. ന്യായീകരണത്തിൻ്റെ 3 ഘടകങ്ങൾ എന്ന് നമുക്കിതിനെ വിളിക്കാം. 1 ലക്ഷ്യം, 2 കാരണം, 3 ആവശ്യം. സത്യസന്ധത എപ്പോഴും ലോജിക്കിനെ അല്ലെങ്കിൽ യുക്തിയെ ആശ്രയിച്ചാണ് ഉണ്ടാവുക. ലോജിക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ യുക്തിയെ കണ്ടെത്തുന്നത്. പ്രേതമുണ്ട് എന്ന് നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മളതിനെ കാണാതെയോ അനുഭവിച്ചറിയാതെയോ നമുക്കതിനെ വിശ്വസിക്കാനാവില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാറുണ്ട്. അത് പറയുന്ന ആൾ അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്ക് പറയാനാവുക. ഒരാൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യം അയാളുടെ മസിൽ മെമ്മറിയിലുണ്ടാവും. എത്ര തന്നെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അയാളുടെ അംഗചലനങ്ങളിൽ നിന്നും അയാളുടെ പെരുമാറ്റത്തിൽ നിന്നും അത് താനെ പുറത്തു ചാടും. യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകന് വിശ്വസിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ നമ്മളോട് ഇടപെടുന്ന ആൾക്ക് വിശ്വസിക്കാൻ താല്പര്യം. യുക്തിപരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഇതിനൊന്നുകൂടെ വിശദീകരിച്ച് പറയാം. അതിനുവേണ്ടി ന്യായത്തിൻ്റെ ആദ്യത്തെ ഘടകം നമുക്ക് പരിശോധിക്കാം. ലക്ഷ്യം. ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെയാണ്, എന്തിനെയാണ്, ഏത് കാര്യത്തിലാണ്, ഏത് സന്ദർഭത്തിനെയാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് കൃത്യമായിരിക്കണം. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആക്ഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാചകം പറയുമ്പോഴോ നമ്മളുടെ ശ്രദ്ധ നമ്മൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിനെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടിയല്ലാതെ ആരുമൊന്നും പറയില്ല, ചെയ്യില്ല. ഒരാളൊരു നുണ മറച്ചു പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ അയാളുടെ മുഴുവൻ ശ്രദ്ധയും ആ നുണ മറച്ചു പിടിക്കുക എന്നതിലായിരിക്കും. പക്ഷേ സത്യത്തിൽ അയാൾക്കത് മറച്ചു പിടിക്കാനാവില്ല. അയാളുടെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളിലും അത് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇനി ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അയാൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങിക്കോളൂ. അയാൾ ആരെയാണ്, എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് കണ്ടുപിടിക്കൂ. ഇപ്പം നമുക്ക് യൂട്യൂബ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പല ആളുകൾ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അടുത്ത ഘടകം കാരണം. ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണത്തിൻ്റെ പിൻബലം ഉണ്ടാവും. ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധമാണ് ആ കാര്യം വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന
പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇല്ലെങ്കിൽ അയാൾ പറയുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അർത്ഥം ഉണ്ടായിരിക്കില്ല. അത് വെറും കാണിച്ചു കൂട്ടലുകൾ മാത്രമായിട്ട് അവശേഷിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എന്തിനെയാണ് ഈ സംസാരിക്കുന്നയാൾ ലക്ഷ്യമാക്കുന്നത്, അതെന്ത് കാരണത്താലാണ്. മൂന്നാമത്തെ ഘടകമാണ് ആവശ്യം. ഇതിന് ഗോള്, ഒബ്ജക്റ്റീവ് എന്നൊക്കെ വിളിക്കാം. പറയുന്ന കാര്യത്തിലൂടെ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിലൂടെ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാതെ ഒരു കാര്യവും മനുഷ്യൻ ചെയ്യില്ല. താൻ പറയുന്ന വാചകത്തിലൂടെ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ചെയ്യുന്ന ആൾക്കുണ്ടാവും. അപ്പോൾ ഇവ മൂന്നും വെച്ചാണ് ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു വാക്കിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അഭിനയത്തിന് മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണത്. ഇനിയൊരാൾ വളരെ ആകുലപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ പൊട്ടം കളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ വളരെ സീരിയസ്നെസ് കലർത്തിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോഴോ നിങ്ങൾ ശ്രദ്ധിക്കുക. സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അഭിനയത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.